ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. രാവിലെ ഇതൊരെണ്ണം കഴിച്ചാൽ നമുക്ക് വയറ് നിറയും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് സ്റ്റീം ചെയ്താണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1/3 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 100 മില്ലി ആണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് മൂടി വെച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദ മാവാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 100 മില്ലി വെള്ളവും കൂടി ഇതിനകത്തേക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊന്ന് ഈ ബാറ്ററുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് 100 മില്ലി നേരിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായി കുഴച്ച് വരുമ്പോഴേക്കും നല്ല സ്മൂത്തായിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. ഇത് ഞാൻ നന്നായിട്ട് ഒന്നുകൂടി കൈകൊണ്ട് കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിൽ തടവി നമുക്ക് കവർ ചെയ്ത് 1 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് 1 കപ്പ് ഉരുക്കിയ ശർക്കര ചേർക്കുക. 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർക്കുക. പിന്നെ 1 കപ്പ് ഉപ്പ് ചേർത്ത് നന്നായി വേവിച്ചെടുത്ത ചെറുപയറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. നല്ല ഡ്രൈ ആവുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് ഗീ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഫില്ലിങ്ങിന്. അതിനുവേണ്ടിയാണ് വളരെ കുറച്ച് ഗീ ചേർക്കുന്നത്. അതിനുശേഷം ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കാം. നന്നായി തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ സ്പൂൺ വീതം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് നീളത്തിലുള്ള ഉരുളകളാക്കുക. ഇതുപോലെ നല്ല നീളത്തിൽ ഉരുട്ടിയെടുക്കുക. വലിപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ ആ ഫില്ലിംഗ് എല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മാവ് റെഡി ആയോ നോക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. കയ്യിൽ കുറച്ച് പൊടി തടവിയതിന് ശേഷം നമുക്കിതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കയ്യിൽ വെച്ച് ഒന്നുകൂടി നന്നായിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടുമ്പോൾ നല്ലപോലെ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി കിട്ടും. അതിനുശേഷം ഒരു പലകയിലേക്ക് കുറച്ച് മാവ് തൂവി ഇതൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഈക്വലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആവശ്യമുള്ള ഉരുളകളാക്കുക. ഞാനിപ്പോൾ ഇത് 6 ഉരുളകളാണ് ആക്കിയിരിക്കുന്നത്. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ പാത്രത്തിൽ കുറച്ച് പൊടി തൂവിയതിന് ശേഷം ഉരുളകളെല്ലാം മാറ്റുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടി തൂവുന്നത്. ഇതിൽ നിന്ന് ഓരോന്നും നമുക്കെടുത്ത് പരത്തിയിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ഉരുള എടുത്തും ഇതുപോലെ പരത്തിയെടുക്കാം. കുറച്ച് നീളത്തിൽ വീതി കുറച്ച് പരത്തിയെടുക്കുക. നമ്മളിത് റോൾ ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് വീതി വേണ്ട. നീളത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഓരോ ഫില്ലിങ്ങും നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക.
അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ടത് കവർ ചെയ്യാം. അപ്പോൾ ഞാൻ അതെല്ലാം സ്റ്റഫ് ചെയ്ത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഓയിൽ തടവുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തടവിയെടുക്കുക. ഇതിൻ്റെ പുറത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റീമറിൽ വെച്ച് സ്റ്റീം നന്നായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അകത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു കോട്ടൺ തുണി നനച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇടുക. ആവിവെള്ളം വീഴാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് റോൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.